ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയുള്ള ഒരു ചെസ് ഗെയിം നോക്കാം. ഈ ഗെയിം കളിച്ചിരിക്കുന്നത് വിശ്വനാഥൻ ആനന്ദും ഇലിയാസ് മെരിനും തമ്മിലാണ്. ഈ ഗെയിം നടക്കുന്നത് 1994 ഇന്റൽ റാപ്പിഡ് ചെസ് ഗ്രാൻഡ് പ്രിക്സിലാണ്. ആദ്യത്തെ റൗണ്ടുകളിൽ 2 ഡ്രോസ് വന്നതുകൊണ്ട് ഒരു അർമഗഡൻ ബ്ലിറ്റ്സ് വേണ്ടി വന്നു ഈ റൗണ്ടിലെ വിജയം നിശ്ചയിക്കാൻ. കോയിൻ ടോസിൽ വൈറ്റ് സ്മിരിനും ബ്ലാക്ക് ആനന്ദിന് ലഭിച്ചു. ഈ ഗെയിമിന്റെ പ്രത്യേകത എന്തെന്നാൽ സ്മിരിന് 6 മിനിറ്റ് ക്ലോക്കിൽ കിട്ടും, എന്നാൽ ആനന്ദിന് 5 മിനിറ്റ് ആവും കിട്ടുക. പക്ഷെ 6 മിനിറ്റുള്ള പ്ലെയറിന് കളി ജയിക്കണം ഈ റൗണ്ട് ക്വാളിഫൈ ചെയ്യാൻ. എന്നാൽ 5 മിനിറ്റുള്ള ആനന്ദിന് ഒരു ഡ്രോ മാത്രം മതി ഈ റൗണ്ട് ക്വാളിഫൈ ചെയ്യാൻ. അപ്പോൾ ഈ ഗെയിമിൽ എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് നോക്കാം. വൈറ്റ് E4 മൂവ് വെച്ച് കളി തുടങ്ങുന്നു. ബ്ലാക്ക് E5 മൂവ് വെച്ച് റെസ്പോണ്ട് ചെയ്യുന്നു. സ്മിരൻ നൈറ്റ് F3 കളിക്കുന്നു. ആനന്ദ് നൈറ്റ് F6 കളിക്കുന്നു. ഇതാണ് പെട്ടർ ഓഫ് ഡിഫൻസ്. ഇവിടെ പോപ്പുലർ ആയിട്ടുള്ള 2 മൂവ്സ് നൈറ്റ് ടേക്സ് E5 അതുപോലെ തന്നെ D4 ആണ്. ഈ ഗെയിമിൽ സ്മിരൻ കളിക്കുന്നത് പോൺ D4 ആണ്. അപ്പോൾ E5 പോണിലോട്ട് 2 അറ്റാക്കുകളാണ് ഇവിടെ വരുന്നത്. ഇവിടെ ആനന്ദ് നൈറ്റ് ടേക്സ് E4 കളിക്കുന്നു. സ്മിരിൻ നൈറ്റ് ടേക്സ് E5 കളിക്കുന്നു. ഈ ഒരു പൊസിഷനിലാണ് ആനന്ദ് 1 മിനിറ്റ് 43 സെക്കൻഡ് ആലോചിക്കുന്നത്. ഇത് വളരെ കൗതുകകരമായ ഒരു സംഭവമായിരുന്നു. കാരണം ഒരു ബ്ലിറ്റ്സ് ഗെയിമിൽ 1 മിനിറ്റ് 43 സെക്കൻഡ് ആലോചിക്കുക എന്നുള്ളത് വളരെ കൗതുകകരമായ ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ആനന്ദിന് ഈ ഗെയിമിൽ 1 മിനിറ്റ് എതിരാളി സ്മിറിനേക്കാളും കുറവാണ്. നമ്മളിവിടെ നേരത്തെ പറഞ്ഞു ഇതൊരു അർമഗഡൻ ബ്ലിറ്റ്സ് ആണ്. ഇവിടെ വൈറ്റിനെ സംബന്ധിച്ച് 6 മിനിറ്റ് ഉണ്ട്, ബ്ലാക്കിനെ സംബന്ധിച്ച് 5 മിനിറ്റേ ഉള്ളൂ. പക്ഷെ വൈറ്റിന് ഇവിടെ ജയിക്കണം, എന്നാൽ ബ്ലാക്കിന് ജസ്റ്റ് ഡ്രോ മതി. പക്ഷെ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ സമയം കുറവുള്ള ആനന്ദ് 1 മിനിറ്റ് 43 സെക്കൻഡ് എടുത്ത് ആലോചിക്കുകയാണ് തന്റെ അടുത്ത മൂവിന് വേണ്ടി. ആനന്ദ് 1 മിനിറ്റ് 43 സെക്കൻഡ് ശേഷം ആലോചിച്ചതിന് ശേഷം കളിക്കുന്ന മൂവ് പോൺ ടു D6 ആണ്. പോൺ ടു D6 കളിച്ചിട്ട് ഈ നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നു. സ്മിരിൻ തിരിച്ച് നൈറ്റ് F3 കൊണ്ടുപോകുന്നു. ആനന്ദ് D5 കളിക്കുന്നു. സ്മിരൻ ബിഷപ്പ് D3 കളിച്ചിട്ട് കാസ്ലിംഗിനെ പ്രിപ്പയർ ചെയ്യുന്നു. ആനന്ദ് നൈറ്റ് C6 കളിക്കുന്നു. ആ 1 മിനിറ്റ് 43 സെക്കൻഡ് ആലോചിച്ചതിന് ശേഷം ആനന്ദിന്റെ റെസ്പോൺസുകളെല്ലാം വളരെ വളരെ പെട്ടെന്നാണ് പിന്നീടുള്ള റെസ്പോൺസുകളെല്ലാം. നൈറ്റ് C6 കളിക്കുമ്പോൾ സ്മിരൻ കാസൽ ചെയ്യുന്നു. ആനന്ദ് ബിഷപ്പ് E7 കളിക്കുന്നു. സ്മിരൻ C4 കളിച്ചിട്ട് D5 ഉള്ള ഈ പൗണിന് കൂടുതൽ അറ്റാക്ക് കൊടുക്കുന്നു. അതുപോലെ തന്നെ ബ്ലാക്കിന് ഇവിടെ D ടേക്ക് C4 എടുക്കാൻ സാധിക്കില്ല, കാരണം ഈ നൈറ്റ് ഇവിടെ ഹാങ്ങിങ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ഇവിടെ കളിക്കുന്നത് നൈറ്റ് ടേക്സ് B4 കളിച്ചിട്ട് ഈ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുകയാണ്. ഇത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ബിഷപ്പാണ്. അപ്പോൾ ആ ബിഷപ്പിനെ സേവ് ചെയ്യാൻ വേണ്ടി ബിഷപ്പ് E2 പോകുന്നു. ആനന്ദ് തന്റെ അടുത്ത ബിഷപ്പ് ഡെവലപ്പ് ചെയ്തിട്ട് ബിഷപ്പ് E6 കളിച്ചിട്ട് D5 പോണിന് ഒരു അഡീഷണൽ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു. വൈറ്റ് നൈറ്റ് C3 കളിക്കുന്നു. ആനന്ദ് ഇവിടെ ജസ്റ്റ് കാസൽ ചെയ്യുന്നു. സ്മിരൻ തന്റെ അടുത്ത ബിഷപ്പിനെ പുറത്തിറക്കി ബിഷപ്പ് E3 കളിക്കുന്നു. ഇവിടെ ആനന്ദ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മൂവ് കളിക്കുന്നു. ആനന്ദ് ഇവിടെ കളിക്കുന്ന മൂവ് ബിഷപ്പ് F5 ആണ്. ഈ മൂവിന്റെ ഐഡിയ അടുത്ത മൂവിൽ ആനന്ദിന് D ടേക്ക് C4 കളിച്ച് അതിന് പിന്നെ C6 കളിച്ചിട്ട് കൂടുതൽ ലൈൻസ് ഓപ്പൺ ചെയ്യുന്നതാണ്. അപ്പോൾ നേരത്തെ D ടേക്ക് C4 ഇവിടെ കളിക്കുമ്പോൾ ഈ നൈറ്റ് നേരത്തെ ഹാങ്ങിങ് ആയിരുന്നു, എന്നാൽ ബിഷപ്പ് F5 കളിച്ചപ്പോൾ ആ നൈറ്റിന് ഇവിടെ ഒരു പ്രൊട്ടക്ഷൻ വന്നു ഈ ബിഷപ്പ് കാരണം. അപ്പോൾ ഇവിടെ കളിച്ചിരിക്കുന്നത് ബിഷപ്പ് F5 എന്ന മൂവാണ്. ഇവിടെ വൈറ്റ് റൂക്ക് C1 കളിക്കുന്നു. ഇവിടെ ആനന്ദ് തന്നെ പ്ലാൻ പോലെ D ടേക്ക് C4 കളിക്കുന്നു. ബിഷപ്പ് ടേക്ക് C4 കളിക്കുന്നു. ഇവിടെ ആനന്ദ് C6 കളിക്കുന്നു. ഈ C6 മൂവിന് 2 ഐഡിയാസ് ആണ് ഉള്ളത്. ഒന്ന്, ഈ D5 സ്ക്വയറിലേക്ക് അഡീഷണൽ കൺട്രോളും ഈ നൈറ്റിനെ ഓടിച്ചു വിട്ടാൽ നൈറ്റിന് നല്ലൊരു സെൻട്രൽ സ്ക്വയറിലേക്ക് തിരിച്ചു വരിക എന്നുള്ള ഐഡിയയിലൂടെയാണ് ഈ മൂവ് കളിക്കുന്നത്. മറ്റൊരു ഐഡിയ B5 കളിച്ച് ബിഷപ്പിനെ ഓടിച്ച് കൂടുതൽ ലൈൻസ് ഓപ്പൺ ആക്കുക എന്നുള്ളതാണ്. ഇവിടെ സ്മിരൻ കളിക്കുന്നത് നൈറ്റ് ടു E5 ആണ്. ഇവിടെ D5 സ്ക്വയറിന് 2 ഡിഫൻഡേഴ്സ് ആണുള്ളത്. ഒന്ന് ഈ നൈറ്റും മറ്റ് ഈ ബിഷപ്പുമാണ്. അപ്പോൾ ഒരു ഡിഫൻഡറെ നമ്മൾ നൈറ്റ് ടേക്ക് C3 കളിച്ചിട്ട് ആനന്ദ് എലിമിനേറ്റ് ചെയ്യുന്നു. നൈറ്റ് ടേക്ക് C3 കളിക്കുമ്പോൾ B ടേക്ക് C3 കളിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നൈറ്റ് തിരിച്ച് സെൻട്രൽ സ്ക്വയറിലേക്ക് വരുന്നു. നൈറ്റ് D5 എന്ന സെൻട്രൽ സ്ക്വയറിലേക്ക് നൈറ്റ് വരുന്നു. ഇവിടെ സ്മിരൻ കളിക്കുന്നത് ക്യൂൻ B3 ആണ്. ഈ ക്യൂൻ B3 എന്നുള്ള മൂവ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മൂവാണ്. കാരണം ഇവിടെ ബ്ലാക്കിന്റെ കിങ്ങിലോട്ട് ഒരു ക്യൂനും ഒരു ബിഷപ്പും കൂടെ ഒരുമിച്ച് ലൈനപ്പ് ചെയ്തിരിക്കുകയാണ്. പക്ഷെ ഇവിടെ ആനന്ദ് കളിക്കുന്ന മൂവ് പോൺ ടു F6 ആണ്. ആനന്ദിന്റെ ഐഡിയ ഈ നൈറ്റിനെ ഓടിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഇത് ഒറ്റ നോട്ടത്തിൽ വളരെ ഡേഞ്ചറസ് ആണ്. കാരണം വൈറ്റിന്റെ ക്യൂനും ബിഷപ്പും കൂടെ ഈ ഒരു ഡയഗണലിലേക്ക് ഓപ്പൺ അപ്പ് ആയിരിക്കുകയാണ്. അപ്പൊ ഇത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള മൂവാണ് ഈ F6 എന്നുള്ള മൂവ്. പക്ഷെ ഒരു ബ്ലിറ്റ്സ് ഗെയിമാണ്, എന്ത് വേണമെങ്കിലും സംഭവിക്കാം ഇവിടെ. പക്ഷെ സ്മിരൻ ഈ ഒരു നൈറ്റിനെ സേവ് ചെയ്യുന്നതിന് പകരം സ്മിരൻ നേരെ പോയിട്ട് ക്യൂൻ ടേക്സ് B7 കളിക്കും. ഈ മൂവിന്റെ ഐഡിയ പിന്നീട് സ്മിരന് C6 ഈ പോൺ എടുത്തിട്ട് ഈ നൈറ്റിന് 2 അറ്റാക്ക് കൊണ്ടുവന്ന് ഈ നൈറ്റിനെ ഫൈനലി വിൻ ചെയ്യാന്നുള്ളതാണ് സ്മിരന്റെ ഐഡിയ. അപ്പോൾ ക്വീൻ ടേക്സ് B7 കളിക്കുന്നു. ഇവിടെ ഫ്രീ ആയിട്ട് ഒരു നൈറ്റിനെ സാക്രിഫൈസ് ചെയ്യുന്നു. അപ്പോൾ പോൺ ടേക്സ് E5 കളിച്ച് ആനന്ദ് ആ നൈറ്റിനെ എടുക്കുന്നു. ഇവിടെ സ്മിരൻ തന്റെ രണ്ടാമത്തെ പോണിനായിട്ട് ക്വീൻ ടേക്സ് C6 കളിക്കുന്നു. ഇവിടെ വൈറ്റ് വിചാരിക്കും ഈ ഒരു നൈറ്റിനെ സുഖമായിട്ട് വിൻ ചെയ്യാൻ സാധിക്കും, കാരണം ബിഷപ്പും ക്വീനും ഇവിടെ ലൈൻഡ് അപ്പ് ആണ്.
അതുപോലെ തന്നെ കിങ്ങിലേക്ക് ഒരു പിന്നും ഉണ്ട്. അപ്പോൾ ഇതിന് രണ്ടിനെയും പക്ഷെ ആനന്ദ് ഒറ്റ മൂവിൽ തടയുന്നു. ബിഷപ്പ് E4 എന്ന മൂവോടെ രണ്ട് ത്രെഡ്സിനെയും ഇവിടെ തടയുന്നു. ഇവിടെ കാണുമ്പോൾ വൈറ്റിന് വേണമെങ്കിൽ F3 കളിച്ചു നോക്കാമെന്ന് കരുതാം. പക്ഷേ ഈ F3 ഇവിടെ ഹെൽപ്പ് ചെയ്യുന്നില്ല. കാരണം ആനന്ദിന് ഇവിടെ ജസ്റ്റ് കിങ് H8 ഇവിടെ കളിക്കാവുന്നതാണ്. ഇവിടെ കിങ് H8 കളിച്ചാൽ ഇവിടെ ഈ ബിഷപ്പിനെ എടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ബ്ലാക്ക് ജസ്റ്റ് നൈറ്റ് എക്സ് E3 കളിക്കും. ഇവിടെ കാണാൻ സാധിക്കും ബ്ലാക്ക് ഇവിടെ ഒരു നൈറ്റ് അപ്പാണ്. എന്നാൽ കൂടുതൽ നല്ല പൊസിഷനും വൈറ്റ് ബ്ലാക്കിന്റെ നൈറ്റ് വളരെ നല്ല പൊസിഷനിലാണ്. അപ്പോൾ ഇവിടെ ബ്ലാക്ക് ഇവിടെ കംപ്ലീറ്റ്ലി വിന്നിങ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ F3 മൂവ് നടക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ 2-3 നേടിയ വൈറ്റ് മൂന്നാമത്തെ പോണിനായി D takes E5 കളിക്കും. അപ്പോൾ ഇവിടെ സ്മിറിന് ഒരു പീസ് നഷ്ടമായിരിക്കുകയാണ്. പക്ഷേ താൻ 3 പോണുകൾ ഇവിടെ അതിന് കോമ്പൻസേഷൻ ആയിട്ട് നേടി. അതുപോലെ തന്നെ സ്മിറിന്റെ അടുത്ത ബിഷപ്പ് E5 വന്നിട്ട് കൂടുതൽ ലൈൻസ് ഓപ്പൺ അപ്പ് ആവുക എന്നുള്ളതാണ് വൈറ്റിന്റെ ലക്ഷ്യം. ഇവിടെ ഈ ഒരു ഡേഞ്ചറസ് ഡയഗണലിൽ നിന്ന് ആനന്ദിന് ഇവിടെ രക്ഷപ്പെടണം. അതിനു വേണ്ടിയിട്ട് ആനന്ദ് കിങ് H8 കളിക്കുന്നു. ഇവിടെ സ്മിറിൻ തന്റെ പ്ലാൻ പോലെ ബിഷപ്പ് D4 കളിക്കുന്നു. ഇവിടെ കാണാൻ സാധിക്കും സ്മിറിന്റെ 2 ബിഷപ്പും വളരെ സ്ട്രോങ് ആണ്. ഈ D4 ബിഷപ്പും അതുപോലെ തന്നെ C4 ബിഷപ്പും വളരെ സ്ട്രോങ് ആണ്. കിങ്ങിലേക്ക് അറ്റാക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ ക്യൂനും കിങ്ങിന്റെ അടുത്തേക്ക് വരികയാണ്. പക്ഷെ ആനന്ദ് ഇവിടെ വളരെ പവർഫുൾ ആയിട്ടുള്ള കറക്റ്റ് മൂവ്സ് കളിക്കുന്നു. റൂക്ക് C8 കളിച്ചിട്ട് ഈ ക്യൂനെ അറ്റാക്ക് ചെയ്യുന്നു. ഇവിടെ സ്മിറിൻ ക്വീൻ A6 പോകുന്നു. ഇവിടെ കാണാൻ സാധിക്കും ഇവിടെയുള്ള A7 പോൺ ഹാങ്ങിങ് ആണ്. ഇവിടുത്തെ ബിഷപ്പും അതുപോലെ തന്നെ ക്യൂനും അറ്റാക്ക് ചെയ്യുന്നു. പക്ഷെ ആനന്ദ് ആ ഒരു പോണിനെ ഒന്ന് കെയർ ചെയ്യാതെ നേരിട്ട് കിങ്ങിലേക്കാണ് പോകുന്നത്. നൈറ്റ് F4 കളിച്ചിട്ട് G2 പോണിലേക്ക് ഒരു ഡബിൾ അറ്റാക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു A7 പോണിലേക്ക് പോകാൻ വൈറ്റിന് സമയമില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡയഗണൽ അടയ്ക്കാൻ വേണ്ടി F3 കളിച്ചിട്ട് E4 ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നു. പക്ഷേ ആനന്ദ് ഇവിടെ നേരിട്ട് ഈ ബിഷപ്പിനെ സേവ് ചെയ്യുന്നില്ല. അതിനു പകരം ആദ്യം കളിക്കുന്നത് റൂക്ക് C6 കളിച്ച് ഈ ക്യൂനെ അറ്റാക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ക്യൂനെ അറ്റാക്ക് ചെയ്തപ്പോൾ സ്മിറിൻ ക്വീൻ A4 പോകുന്നു. ഇവിടെ ആനന്ദ് ഒരു എക്സ്ചേഞ്ച് സാക്രിഫൈസ് പോകുന്നു. റൂക്ക് ടേക്സ് C4. ഇവിടെ ക്യൂനെ അറ്റാക്ക് ചെയ്യുന്നു. ആനന്ദിന്റെ ഐഡിയ ക്വീൻ ടേക്സ് C4 എടുത്തു കഴിയുമ്പോൾ ആനന്ദിന് ബിഷപ്പ് D3 കളിച്ചിട്ട് ഈ റൂക്കിനെയും ഈ ക്യൂവിനെയും അറ്റാക്ക് ചെയ്യുക എന്നുള്ളതാണ് ഒരു പവർഫുൾ ഐഡിയ ആണ് ആനന്ദിന്റെ ഐഡിയ. അപ്പോൾ ഈ മൂവ്സ് എല്ലാം വളരെ ഇൻസ്റ്റന്റ് ആയിട്ടാണ് ആനന്ദ് ഇവിടെ കളിക്കുന്നത്. അപ്പോൾ ഇവിടെ റൂക്കിനെയും ക്യൂവിനെയും ഒരേ സമയം അറ്റാക്ക് ചെയ്തിരിക്കുന്നു. അപ്പോൾ ക്വീനെ രക്ഷിക്കാനായിട്ട് വൈറ്റ് ക്വീൻ C6 പോകുന്നു. ഇവിടെ ആനന്ദ് നൈറ്റ് E2 ചെക്ക് കളിച്ചിട്ട് ഈ കിങ്ങിനെയും റൂക്കിനെയും ഒരേ സമയം അറ്റാക്ക് ചെയ്യുന്നു. ഇവിടെ വൈറ്റ് കിങ് H1 കളിക്കുന്നു. ഇവിടെ നേരിട്ട് റൂക്കിനെ എടുക്കുന്നതിന് പകരം ആദ്യം നൈറ്റ് എക്സ് D4 കളിക്കുന്നു. ഈ മൂവിന്റെ ഐഡിയ കൂടുതൽ പീസുകളെ എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഐഡിയ. ഇവിടെ ക്വീനിനെ അറ്റാക്ക് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ റൂക്കിനെ രക്ഷിക്കാൻ സമയമില്ല. അതുകൊണ്ട് ആദ്യം പോൺ ടേക്സ് D4 കളിക്കുന്നു. ഇവിടെ ബിഷപ്പ് ടേക്സ് റൂക്ക് കളിക്കുന്നു. ഇവിടെ റൂക്ക് ടേക്സ് F1 കളിക്കുന്നു. ഇവിടെ വീണ്ടും ഈ D4 പോൺ ഹാങ്ങിങ് ആണ്. അതുകൊണ്ട് ക്വീൻ ടേക്സ് D4 ഇവിടെ കളിക്കുന്നു. ഇവിടെ സ്മിറിൻ F4 കളിക്കുന്നു. ഇത് ഒരു ബ്ലണ്ടർ മൂവ് ആണ്. കാരണം ആനന്ദിന് ഇവിടെ ജസ്റ്റ് ക്വീൻ ടേക്സ് E5 കളിക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇവിടെ ഈ ക്യൂവിനെ എടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതായത് ക്വീൻ സാക്രിഫൈസ് കരുതി കഴിഞ്ഞാൽ നേരിട്ട് റൂക്ക് ടേക്സ് F1 ഇവിടെ ചെക്ക്മേറ്റ് സംഭവിക്കുന്നതാണ്. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെ F4 മൂവിന് ശേഷം ക്വീൻ ടേക്സ് E5 എന്നുള്ള മൂവ് വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള മൂവാണ്. ക്വീൻ ടേക്സ് E5 കളിക്കുമ്പോൾ F ടേക്സ് E5 ഇവിടെ വൈറ്റിന് കളിക്കാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ വൈറ്റ് ഇവിടെ G3 മൂവ് കളിച്ചിട്ട് ഈ F4 പോണിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. ഇവിടെ ബ്ലാക്ക് ക്വീൻ C5 കളിച്ചിട്ട് ക്വീൻ ട്രേഡ് ഫോഴ്സ് ചെയ്യുന്നു. എന്നാൽ വൈറ്റ് ക്വീൻ E4 കൊണ്ടുപോകുന്നു. ആനന്ദ് ബിഷപ്പ് F6 കളിക്കുന്നു. ഇവിടെ കിങ് G2 വരുന്നു. ഇവിടുത്തെ മെയിൻ പ്രശ്നം ആനന്ദിന് ഇവിടെ വളരെ സമയം കുറവാണ്. എന്നാൽ സ്മിറിന് ഇവിടെ ജയിക്കാൻ വളരെ പാടുമാണ്. പക്ഷെ സ്മിറിന് ഇവിടെ കളി ജയിച്ചേ പറ്റൂ. ആനന്ദിന് ഒരു ഡ്രോ മതി ഇവിടെ ക്വാളിഫൈ ആവാൻ. ഇവിടെ ആനന്ദ് റൂക്ക് C8 കളിച്ചിട്ട് ഈ ക്യൂനുമായിട്ട് ലൈൻഡ് അപ്പ് ആവുന്നു. റൂക്ക് C2 റൂക്ക് F2 പോകുന്നു വൈറ്റ്. ഇവിടെ ആനന്ദ് ക്വീൻ C6 കളിച്ചിട്ട് ഒരു ക്വീൻ ട്രേഡ് ഫോഴ്സ് ചെയ്യുകയാണ്. കാരണം ഇവിടെ ക്യൂവിന് മൂവ് ചെയ്യാൻ പറ്റില്ല, കാരണം കിങ്ങിന്റെ അതേ ലൈനിലാണ്. അപ്പോൾ ക്വീൻ ടേക്ക് C6, റൂക്ക് ടേക്ക് C6. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇവിടെ ബാക്ക് റാങ്ക് വീക്ക്നെസ് ഉണ്ട്. ഇവിടെ ഒരു റൂക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ചെക്ക്മേറ്റ് സംഭവിക്കും. അപ്പോൾ ഇത് വളരെ കെയർഫുൾ ആയിരിക്കണം. അപ്പോൾ റൂക്ക് ടേക്ക് C6 എടുത്തതിന് ശേഷം വൈറ്റ് ആദ്യം കളിക്കുന്നത് പോണ് G4 ഈ മൂവിന്റെ ഐഡിയ G5 കളിച്ച് കൂടുതൽ അറ്റാക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. പക്ഷേ ഈ കിങ്ങിന് ഒരു ഓപ്പൺ സ്പേസ് കിട്ടാൻ വേണ്ടി ആനന്ദ് ആദ്യം തന്നെ H6 കളിക്കുന്നു. വൈറ്റ് കിങ് F3 കൊണ്ടുവന്ന് കിങ്ങിനെ കൂടുതൽ ആക്റ്റീവ് ആക്കുന്നു. ആനന്ദ് റൂക്ക് C3 വെച്ച് ചെക്ക് കൊടുക്കുന്നു. കിങ്ങിനെ വീണ്ടും സെന്ററിലേക്ക് കൊണ്ടുവന്ന് കിങ് E4 കൊണ്ടുവരുന്നു. ഇനി ആനന്ദ് തന്റെ കിങ്ങിനെ ആക്ടിവേറ്റ് ചെയ്ത് കിങ് H7 കൊണ്ടുവന്ന് G6 കൊണ്ടുവന്ന് കൂടുതൽ സ്ക്വയർസ് കൺട്രോൾ ചെയ്യാനുള്ളതാണ് ബ്ലാക്കിന്റെ ഐഡിയ. റൂക്ക് E2 പോകുന്നു. ആനന്ദ് റൂക്ക് C4 കളിക്കുന്നു. റൂക്ക് C4 ചെക്ക് കളിക്കുന്നു. കിങ് F5 പോകുന്നു. ആനന്ദ് വീണ്ടും റൂക്ക് C5 ചെക്ക് കളിക്കുന്നു.
കിങ് കൂടുതൽ കയറി വരികയാണ്. കിങ് E6 വരുന്നു. ഇവിടെ ആനന്ദ് റൂക്ക് C4 പോയിട്ട് ഈ ഒരു പോണിനെ വീണ്ടും അറ്റാക്ക് ചെയ്യുന്നു. ആ പോണിന് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് റൂക്ക് F2 പോകുന്നു. ആനന്ദ് തന്നെ കിങ്ങിനെ വീണ്ടും അടുത്തേക്ക് കൊണ്ടിരുന്നു. കിങ് G6 കളിക്കുന്നു. G4 പോണിന് ഒരു അഡീഷണൽ പ്രൊട്ടക്ഷൻ എന്ന പോലെ ആദ്യം H3 കളിക്കുന്നു വൈറ്റ്. ഇവിടെ ആനന്ദ് റൂക്ക് C3 കളിച്ചിട്ട് ഈ ഒരു പോണിനെ അറ്റാക്ക് ചെയ്യുകയാണ്. ആ പോണിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്മിരിൻ റൂക്ക് H2 കളിക്കുന്നു. ഇനിയുള്ള അടുത്ത വീക്ക്നെസ് ആയിട്ടുള്ള F4 പോണിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആനന്ദ് റൂക്ക് F3 കളിക്കുന്നു. റൂക്ക് F3 കളിച്ചപ്പോൾ F5 എന്ന മൂവ് കളിച്ചിട്ട് ഇവിടെ ബ്ലാക്ക് കിങ്ങിന് ഒരു ചെക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് കിങ് പുറകോട്ട് പോകുന്നതിന് വരെ കളിക്കുന്ന കിങ് G5 ആണ്. കിങ് G5 കളിച്ച് കൂടുതൽ ആക്ടിവിറ്റി കൊണ്ടുവരിക, അതായത് കിങ് F4 H4 കൊണ്ടുവന്ന് കൂടുതൽ ആക്ടിവിറ്റി കൊണ്ടുവരിക എന്നുള്ളതാണ് ബ്ലാക്കിന്റെ ഐഡിയ. കിങ് G5 ശേഷം ഈ ഉള്ള ഒരു പോണും കൂടെ പുഷ് ചെയ്യാണ് വൈറ്റ്. പോൺ A4 കളിക്കുന്നു. ഈ H3 പൗണ്ടിലോട്ട് 2 അറ്റാക്ക് കൊണ്ടുവരാൻ വേണ്ടി കിങ് H4 കളിച്ചിട്ട് ഇവിടെ 2 അറ്റാക്ക് ഈ പൗണ്ടിനെതിരെ കൊണ്ടുവരികയാണ് ബ്ലാക്ക്. വൈറ്റ് കിങ് E4 പോകുന്നു. റൂക്ക് A3 പോയിട്ട് ഈ ഒരു പൗണ്ടിനെ അറ്റാക്ക് ചെയ്യുന്നു. എന്നാൽ ബ്ലാക്ക് ഇവിടെ അടുത്ത് ഈ A7 പൗണ്ടിനെ വിൻ ചെയ്യാൻ നോക്കുകയാണ്. അതായത് വൈറ്റ് ഇവിടെ വന്നിട്ടുള്ള ബ്ലാക്കിന്റെ A7 പൗണ്ടിനെ വിൻ ചെയ്യാൻ നോക്കണം. അതിനാണ് കിങ് C6 കളിക്കുന്നത്. പക്ഷേ ഇവിടെ അത് നടക്കുന്നില്ല. കാരണം ജസ്റ്റ് റൂക്ക് ടേക്സ് A4 കളിക്കാവുന്നതാണ്. കിങ് ഈ പൗണ്ടിന് അടുത്ത് വന്നാലും ജസ്റ്റ് A5 കളിച്ച് ഇവിടെ പുഷ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതാണ് ആനന്ദ് ഇവിടെ കളിക്കുന്നത്. കിങ് B6 കളിച്ചിട്ട് ഇവിടെ സ്മിരിൻ മുമ്പോട്ട് പോകുന്നു. റൂക്ക് A3 പോകുന്നു. വീണ്ടും അതേ ത്രെട്ടുമായിട്ട് റൂക്ക് ടേക്സ് H3 എടുക്കുക എന്നുള്ളതാണ് ബ്ലാക്കിന്റെ ലക്ഷ്യം. ഇവിടെ സ്മിരിൻ കിങ് B5 കൊണ്ടുപോകുന്നു. ഇവിടെ ആനന്ദ് റൂക്ക് ടേക്സ് H3 കളിക്കുന്നു. ഈ ഒരു പൊസിഷനിൽ സ്മിരിൻ റിസൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം ഇവിടെ ഒരു റൂക്ക് എക്സ്ചേഞ്ചിന് ശേഷം ഈ 2 പോൺസും വീഴും. മാത്രമല്ല ഈ 2 പോൺസും 2 പാസ്ഡ് ആണ്. അപ്പോൾ ഈ ഒരു പൊസിഷനിൽ സ്മിരിൻ റിസൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചെസ് ഗെയിമാണ് നമ്മൾ കണ്ടത്. ഒരു ബ്ലിറ്റ്സ് ഗെയിമിൽ 1 മിനിറ്റ് 43 സെക്കൻഡ് ആലോചിക്കുക എന്നുള്ളത് ഒരു നോർമൽ കാര്യമല്ല. വളരെ കൗതുകരപ്പെടുത്തിയ, വളരെ കമന്റേറ്റേഴ്സ് എല്ലാം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ട ഒരു ഗെയിമാണിത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഗെയിം വളരെയധികം ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നന്ദി.